നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രഞ്ജിത്ത്, നമുക്കറിയാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി അല്ലെങ്കിൽ വാർത്താ കേന്ദ്രമായി ഇന്ന് നിലനിൽക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് തന്നെയാണ്. പക്ഷേ നിലമ്പൂരിലെ PV അൻവർ നടത്തിയ പൊതുസമ്മേളനം, അതിന്റെ അലയൊലികളായിരിക്കും തീർച്ചയായും ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും. CPM ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവർ പറഞ്ഞത് താൻ 50 കസേര ഇട്ടിട്ടുണ്ട്, ഒരു 50 പേരെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് 5000-ലധികം പേർ കൂടിയ വലിയൊരു പ്രകടനമായി അൻവറിന്റെ സമ്മേളനം മാറുകയായിരുന്നു. തീർച്ചയായും അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ ശക്തി പ്രകടനമായി അത് മാറുകയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് കോഴിക്കോടാണ് അൻവർ ഉള്ളത്. കോഴിക്കോട്ടും അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തും. ഇന്നലെ നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രിക്കെതിരെ, CPM-നെതിരെ, പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. സമാനമായ വിമർശനം ഇന്നും പ്രതീക്ഷിക്കും, ആവർത്തിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ കോഴിക്കോടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പൊതുയോഗമുള്ളത്. പക്ഷെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗമാണ് ഇന്ന് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം, അല്ലേ? അതെ, പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെയുള്ള വിമർശനം അൻവർ തുടർന്നേക്കും. നിലമ്പൂരിൽ നടന്ന യോഗത്തിൽ പഴയ വിമർശനങ്ങളെല്ലാം അൻവർ ആവർത്തിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. CV അനുമോദ് അല്പസമയത്തിനകം ചേരും. അതിനു മുൻപ് അൻവർ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. അൻവർ തൻ്റെ അണികളെ വലിയ തോതിൽ നടത്തിയ അനുമോദുണ്ട്. അനുമോദിലേക്ക് വളരെ പെട്ടെന്ന് വരാം. അതിനുശേഷം അൻവറിന്റെ ഇന്നലത്തെ പ്രസംഗത്തിലെ ചില വാക്കുകളിലേക്ക് കൂടി പോകണം. അനുമോദ്, വലിയ വിമർശനമാണ്. കാരണം മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ നേരിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന പിണറായി വിജയൻ എന്ന കേരളത്തിലെ കരുത്തനായ രാഷ്ട്രീയതാവിനെ ഇത്ര ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു നേതാവ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പിണറായിയുടെ 5 മിനിറ്റ് മാത്രമാണ് താൻ അൻവറിനെ കണ്ടത് എന്ന വാദം കൂടി പൊളിച്ചുകൊണ്ട് 37 മിനിറ്റ് കണ്ടു. ശശിയുടെ നേരെ നോക്കി ഇയാളാണ് പിണറായിയെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പിണറായിയുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് കുറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് അണികളെ ആവേശഭരിതരാക്കിയുള്ള പ്രസംഗം, അതിനുശേഷമുള്ള സാഹചര്യം എങ്ങനെയാണ് അനുമോദ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നമ്മളൊക്കെ ഈ PV അൻവർ വാർത്താ സമ്മേളനം തുടങ്ങിയ ദിവസം മുതൽ ഇന്നലെ വരെ അദ്ദേഹത്തിൻ്റെ ഓരോ വാർത്താ സമ്മേളനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വെളിപ്പെടുത്തലുകൾക്കും നമ്മൾ ഉണ്ടായിരുന്നു. അന്നത്തെ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ കുറച്ചുകൂടി വലിയ വേദിയിൽ കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. അതിനും അപ്പുറത്തേക്ക്, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനും അപ്പുറത്തേക്ക് കടന്നാക്രമണം നടത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസംഗം. അതായത് എന്തുകൊണ്ട് താൻ ഇടതുപക്ഷത്തിന്റെ പുറത്തേക്ക് പോകേണ്ടി വന്നു എന്ന കാര്യത്തിൽ തന്നെ വിശ്വസിച്ച് അവിടെ എത്തിയ ആളുകൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ വിശദീകരണങ്ങൾ നൽകുകയായിരുന്നു PV അൻവർ. അതും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ആ 5 മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച എന്ന വാദം പൊളിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്ന് വ്യക്തമാക്കിയിട്ട് അതേസമയം താൻ മുൻപ് ഉന്നയിച്ച ADGP-ക്കെതിരായ ആക്ഷേപങ്ങളിൽ ഊന്നി ഇനി എന്ത് എന്നുള്ള കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി അദ്ദേഹം ജനങ്ങളോട് പറയുകയായിരുന്നു. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ആവർത്തിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി വരാൻ പോകുന്ന, ഇനി അൻവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സൂചന അദ്ദേഹം തന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ സ്വർണ്ണക്കടത്താവട്ടെ, ADGP-യുടെ അനധികൃത സമ്പാദനമാവട്ടെ, എടവണ്ണ റിധാൻ ബേസിൽ വധമാകട്ടെ തുടങ്ങി വിവിധ വിഷയങ്ങളിലൂന്നി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് താൻ നേരിട്ട് ഇറങ്ങുമ്പോൾ ആരെല്ലാം തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അവിടെ എത്തിയതിൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളും ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പലരുമായി സംസാരിച്ചു. അതിൽ BJP-കാരും കേരള കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ അൻവറിൻ്റെ ഈ ഒരു നിലപാടിൽ, സ്വതന്ത്രമായിട്ട് നിന്ന് മുന്നോട്ട് പോകാനുള്ള നിലപാടിൽ അവർക്കൊക്കെ നൽകാൻ കഴിയുന്ന പിന്തുണ വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് അൻവർ ഇതേ രീതിയിൽ ജനങ്ങളെ കേട്ടുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അൻവറിനൊപ്പം ജനങ്ങളും ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് അവിടെ കൂടിയ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ആദ്യ പൊതുസമ്മേളനമാണിത്. ഇനിയുള്ള ദിവസങ്ങളിലും അദ്ദേഹം സമാനമായ രീതിയിൽ ജനങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വൈകുന്നേരം 6:30-ക്ക് മറ്റൊരു പൊതുസമ്മേളനം നടത്തുന്നുണ്ട്. അദ്ദേഹം ഏറ്റെടുത്ത ഒരു വിഷയമാണ് കോഴിക്കോട്ടെ മാമി തിരോധാനം.
ആ വിഷയത്തിൽ കുറെ കൂടി കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അതിൽ തന്നെ ആ അന്വേഷണം ഇത്ര മാസമായിട്ടും എവിടെയും മുന്നോട്ട് പോയിട്ടില്ല. അത് തന്നെ ഏൽപ്പിച്ചാൽ വെറും 15 ദിവസം കൊണ്ട് തെളിയിച്ചു തരുമെന്നാണ് PV അൻവർ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് വൈകുന്നേരത്തെ ഇന്നത്തെ ശ്രദ്ധ മുഴുവൻ കോഴിക്കോട്ടേക്കായിരിക്കും ഉണ്ടാവുക. PV അൻവർ കോഴിക്കോട് എന്ത് പറയും? ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികൾ, അത് കൂടുതൽ എന്തെല്ലാം അദ്ദേഹം വിശദീകരിക്കും, വ്യക്തമാക്കും എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്ന കാര്യം. ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രകമ്പനം അത് ഇന്നും അലയടിക്കുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടികൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ മറുപടി അൻവറിന് നൽകിയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം കണ്ടപ്പോൾ നാട്ടിലെത്തിയിട്ട് വിശദമായി കാണാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളൊക്കെ അതിനൊക്കെ ഉള്ള മറുപടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലെല്ലാം ആര്യ വളരെ ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും കേരളത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചത്. കേരളം സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് എന്നാണ് അൻവർ പറഞ്ഞത്. പോലീസിൽ ക്രിമിനൽ വൽക്കരണമുണ്ട്. മുഖ്യമന്ത്രി തന്നെ സംശയനിഴലിൽ നിർത്തി. പോലീസ് സ്വർണം അടിച്ചു മാറ്റുന്നു. പോലീസിൽ 25% ക്രിമിനലുകളെന്നും PV അൻവർ ഇന്നലെ പൊതുയോഗത്തിൽ ആരോപിച്ചു. എന്താ കേരളത്തിന്റെ സ്ഥിതി? സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു. നോക്കിയാൽ എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം. എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ ഒരു 10-25% പൂർണ്ണമായും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയം നിങ്ങൾ അതിന് കരുതണ്ട. പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ? അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട, ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോ അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ? അതാണ് ഇന്നലെ പോലീസിനെതിരെയാണ് അനുമോദ്. ഇന്നിപ്പോൾ പോലീസിനെതിരെ അൻവർ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ്. കാരണം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ADGPക്കെതിരെ നടപടിയില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം മാമി തിരോധാനം, അതൊക്കെ നമുക്കറിയാം. ഈ മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന വിഷയങ്ങളാണ് എന്നറിയാം. ഈ ന്യൂനപക്ഷ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾക്കൊക്കെ പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് വടിയാണോ വളരെ കൃത്യമായി തന്നെ സർക്കാരിനെ, CPMനെ, മുഖ്യമന്ത്രിയെ അടിക്കാൻ പറ്റുന്നത്, ആ കൃത്യമായി അത് ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങളാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ആ വടി ഉപയോഗിച്ച് താൻ വഴിവെട്ടുകൂടി ചെയ്യാണ് അൻവർ ചെയ്യുന്നത്. അതേ വടി ഉപയോഗിച്ച് സർക്കാരിനെ അടിക്കുകയും ആ വടി ഉപയോഗിച്ച് വഴിവെട്ടുകയും ചെയ്യുന്നു. അതാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം, ഏത് വിഷയം പറഞ്ഞാൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനാകുമെന്ന് അൻവറിന് കൃത്യമായിട്ടറിയാം. അത്തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുന്നു, അതിൽ വിശദമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അതിരൂക്ഷമായ ശൈലിയിൽ വിമർശിക്കുന്നു. ഇതുവരെ ഒപ്പം നിന്നിരുന്ന സഖാക്കളെ ചേർത്ത് നിർത്തി, എന്നാൽ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ് തന്നോട് അനുഭാവമുള്ള മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ തനിക്കൊപ്പം ചേരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ നീക്കുകയാണ്.
ഇത് ഒരു സ്വതന്ത്രമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ തുടക്കമാണെന്ന് അദ്ദേഹം പറയുന്നു. താൻ ജനങ്ങളോട് കൂടെയാണ്, ജനങ്ങളോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിലമ്പൂരിനപ്പുറത്തേക്ക് ഒരു ജനപിന്തുണ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു ജനപിന്തുണ നേടിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിലമ്പൂരിൽ ഇന്നലെ എത്തിച്ചേർന്ന ആളുകൾ അത് നിലമ്പൂരുകാർ മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്, സമീപ ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ അൻവറിനെ കാണാനും കേൾക്കാനും ഇത്രയും വലിയ ഒരു ജനസഞ്ചയമായി എത്തിച്ചേർന്നു, തടിച്ചുകൂടി എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ച് ആദ്യത്തെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർക്കുവാൻ മലപ്പുറം ജില്ലയിലും അദ്ദേഹം പോകുന്നിടത്തൊക്കെ സമാനമായ രീതിയിൽ ഒരാൾക്കൂട്ടം വരികയാണെങ്കിൽ, ആൾക്കൂട്ടത്തെ ഇടതുപക്ഷം ഭയപ്പെടുന്നില്ല, പക്ഷേ ആൾക്കൂട്ടം അൻവറിനൊപ്പം നീങ്ങാൻ ഒരു സംഘമായിട്ട് മാറുകയാണെങ്കിലാണ് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഒരുപക്ഷെ വലതുപക്ഷത്തെ സംബന്ധിച്ചുമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഇപ്പോൾ ആദ്യത്തെ ദിവസം അദ്ദേഹം എന്ത് പറയുന്നത് കേൾക്കുവാൻ ആളുകൾ വരുമെന്ന് കണക്കൂട്ടൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു, ഇടതുപക്ഷ നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനി ഈ ഒരു നീക്കങ്ങൾക്ക് അത് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ആളുകൾ അൻവറിന്റെ കൂടേക്ക് മാറുകയാണെങ്കിൽ, അണികളായിട്ട് മാറുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാക്കുക. എന്നാണെങ്കിലും ഇന്ന് മാമി കേസിൽ അൻവർ കോഴിക്കോട് എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തുമെന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ അത് എവിടെ നിന്നെല്ലാം ഏതെല്ലാം തരത്തിൽ വരുമെന്നും അത് കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം തുടർചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്ക് ഇന്ന് കണ്ടറിയേണ്ടത്. രഞ്ജിത്ത് ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് മുതലക്കുളത്താണ്. അവിടെയും ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നു. നേരത്തെ അനുമോദ് പറഞ്ഞ പോലെ ഇന്നലെ അൻവറിനെ കാണാൻ വന്നത് അവിടെ നിലമ്പൂരുകാർ മാത്രമല്ല. നമ്മൾ അനുമോദ് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മറ്റ് പല കോഴിക്കോട് നിന്ന് വന്നവരുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന്, മലപ്പുറത്തിന്റെ വിവിധ മേഖലകളിൽ എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആളുകളും അവിടേക്ക് ഒഴുകി എത്തി എന്നുള്ളതാണ്. മാത്രമല്ല അൻവറിന്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ അൻവറിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒന്ന് അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ ന്യൂനപക്ഷ ബാങ്കിനെ തകർക്കുന്ന തരത്തിൽ, അതിന് കോടാലി വെക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, അതിനെ എങ്ങനെ തൻ്റെ പക്കലിലേക്ക് ആക്കാം എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളും വാക്കുകളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല ഇന്നലത്തെ പ്രസംഗത്തിൽ രഞ്ജിത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തുടങ്ങിയതും അവസാനിപ്പിച്ചതും എങ്ങനെയാണ് എന്നുള്ളതാണ്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഒരുപോലെ താൻ ചേർത്ത് നിർത്തുന്നു. വർഗീയവാദിയല്ല, തന്നെ വർഗീയവാദി ചിത്രീകരിക്കാൻ ശ്രമമുണ്ട്. അദ്ദേഹം തുടങ്ങിയത് ഈ അദ്ദേഹത്തിന്റെ ചെറുതിലെ മുതൽ അദ്ദേഹത്തെ വളർത്തിയ ജോലിക്കാരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ പേര് പറഞ്ഞാണ്. മതവിഭാഗങ്ങളുള്ള ഉണ്ടായിരുന്നു, അവരെയൊക്കെ താൻ ചേർത്ത് നിർത്തിയ ആളാണ് എന്ന് പറയുമ്പോൾ കേവലം മുസ്ലിം രാഷ്ട്രീയത്തിൽ ഒതുങ്ങാതെ ഒരു മൊത്തം എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസ്യത ആർജിക്കാനുള്ള മലബാറിൽ പ്രത്യേകിച്ച് പിണറായി വിജയനെ അത്തരത്തിൽ ഒരു മുഖമായി തന്നെയാണ് പാർട്ടി എപ്പോഴും മുന്നിൽ നിർത്തിയിട്ടുള്ളത്. അതിനെ കൂടി തകർക്കുന്ന തരത്തിൽ CPM-നും RSS-ഉമായും ഒരു ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ നീക്കങ്ങളിലെ ശ്രദ്ധേയമായ കാര്യം. പക്ഷേ എന്തായാലും ഇനിയും ഇന്ന് തുടർചലനങ്ങൾ ഉണ്ടാക്കും. നമുക്ക് അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ച മറ്റൊരു കാര്യം, ആര്യ, രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചത് പിണറായി വിജയനെയാണെന്ന് PV അൻവർ. തന്റെ വാപ്പയ്ക്ക് തുല്യമായിരുന്നു പിണറായി. നിയമസഭയിൽ 8 വർഷം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്ര തവണ പ്രതിരോധിച്ചു. പാർട്ടിക്ക് വേണ്ടി ശത്രുക്കളെ ഉണ്ടാക്കി. പാർട്ടി എന്നാൽ സാധാരണക്കാരാണെന്നും PV അൻവർ പിണറായി വിജയനെയും CPM-നെയും ഓർമ്മിപ്പിച്ചു. ഞാൻ ഈ കേരളത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ, അറിയാം നമുക്ക്. അത് സഖാവ് പിണറായി വിജയനായിരുന്നു. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും മിണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു. എത്ര ശത്രുക്കളെ ഈ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും, അല്ലേ? വെട്ടിക്കോളി, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പറയാ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടി പ്രവർത്തകരെ തള്ളി പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്.
അതാണ് PV അൻവറിന്റെ ഇന്നലത്തെ പ്രസംഗത്തിന്റെ ഇനിയുള്ള നീക്കത്തിന്റെ വിശദാംശങ്ങൾ CV അനുമോദ് നൽകിയത്. ഇനി ഇന്ന് സംസാരിക്കും? കൂടുതൽ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ പല വിഷയങ്ങളിലും വരാനുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതെങ്ങനെ എന്ന് നമുക്കിന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാൻ സാധിക്കും. എന്തായാലും നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായക ദിനം. സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യം ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അമ്മ സംഘടനയുടെയും WCCയുടെയും പോരിന്റെ ഇരയാണ് താനെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. നവമി, വെരി ഗുഡ് മോർണിംഗ്. ഈ സിദ്ദിഖ് ഈ ഹർജിയിൽ, സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഹൈക്കോടതിയിലും പറഞ്ഞിരുന്നത്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ശക്തമായ തെളിവുകൾ സിദ്ദിഖിന് എതിരെ ഉണ്ട് എന്ന് കോടതി മനസ്സിലാക്കുകയും ഹർജി പാടെ തള്ളിക്കളയുകയുമാണ് ചെയ്തത്. ഇന്ന് നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സിദ്ദിഖിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സിദ്ദിഖിന് സാധിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങും, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ആര്യ, രഞ്ജിത്ത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, അതായത് കറക്റ്റ് ഒരാഴ്ചയായി. പക്ഷെ ഇപ്പോഴും സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു പരാജയം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് പ്രസിദ്ധനായിട്ടുള്ള സിദ്ദിഖിനെ പോലുള്ള ഒരു വ്യക്തിയെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയാത്തത്? അന്വേഷിക്കാത്തത് കൊണ്ടാണോ, അതോ ഈ ഒരു സിദ്ദിഖുമായിട്ട് തൽക്കാലം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു സമ്മർദ്ദത്തിന്റെ പേരിലാണോ SIT സംഘം ഇങ്ങനെ നീങ്ങുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇന്ന് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സിദ്ദിഖ് ഇതിൽ പ്രധാനമായും പറയുന്നത്, ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ WCCയുടെയും അമ്മയുടെയും തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഹൈക്കോടതിയിലെ ഉത്തരവിൽ ചില പിഴവുകളുണ്ടെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശരിയായ അന്വേഷണം നടത്താതെയാണ് പ്രതിയാക്കിയത്. ആരോപിക്കപ്പെടുന്ന സംഭവത്തിന് ശേഷം 8 വർഷം കഴിഞ്ഞപ്പോൾ പരാതിയുമായി എത്തിയതിലെ അസ്വാഭാവികതയുണ്ട്. ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതി ഈ കാര്യമാണ് പ്രധാനമായും സുപ്രീം കോടതിയിലും ഉയർത്തിക്കാട്ടുന്നത്. മറ്റൊന്ന്, പേരക്കുട്ടി അടക്കമുള്ള കുടുംബത്തിലെ 65 വയസ്സുള്ള മുതിർന്ന അംഗമാണ് താൻ. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരവും ലഭിച്ച തന്റെ പേരിൽ മറ്റ് ക്രിമിനൽ കേസ് ഇല്ല എന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച്, അല്ലെങ്കിൽ മറ്റ് കേസുകളൊന്നും ഇല്ല എന്ന് വെച്ച് ഈ ലൈംഗിക അതിക്രമ കേസ് ഇല്ലാതാകുന്നില്ല. എന്തായാലും ഹൈക്കോടതി ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടി, ഈ അതിജീവിത വർഷങ്ങൾ കഴിഞ്ഞ് അത് വന്ന് പുറത്തു പറയുമ്പോൾ അതിന് സംശയിക്കേണ്ടതില്ല എന്നുകൂടി ഹൈക്കോടതി പറയുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു പരാമർശം ഇവിടെ കിടക്കുന്നുണ്ട്. അതിനിടയിലാണ് സുപ്രീം കോടതിയിലേക്ക് തന്നെ സിദ്ദിഖ് ജാമ്യ ഹർജിയുമായി എത്തിയത്. എന്തായാലും ഇന്ന് നമുക്കറിയാം ഇനി വിശദമായിട്ടുള്ള വാദം കേൾക്കുന്നതിന്. കാരണം ഈ അതിജീവിതയും സർക്കാരും ഒക്കെ തടസ്സ ഹർജി നൽകിയ സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുന്നതിനു വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് കേസ് പരിഗണിക്കുമോ എന്ന് മാറ്റിവെക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് വീണ്ടും ഒളിവിൽ തന്നെ തുടരും, അതോ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അത് സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരിക്കും. വിശദമായ വാദത്തിന് ശേഷമുള്ള ഒരു വിധി. അതുവരെ സിദ്ദിഖിന് സ്വതന്ത്രനായി ഒളിവിലല്ലാതെ കഴിയാം. എന്തായാലും ഇന്നലെ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നലെ രാവിലെയോടുകൂടി സിദ്ദിഖിന്റെ മകൻ ഷഹീറിന്റെ 2 കൂട്ടുകാരെ, ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നതാണ്. അത് വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ സിദ്ദിഖിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവരെ വിളിച്ചു വരുത്താനുള്ള കാരണം, സിദ്ദിഖിന് ഒളിവിൽ കഴിഞ്ഞ സിദ്ദിഖിന് സിമ്മും ഡോങ്കിളും നൽകിയത് ഈ യുവാക്കളാണെന്നുള്ള ഒരു വിവരം പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നിന്നും ഈ 2 സുഹൃത്തുക്കളെയും രാവിലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തീരദേശ പോലീസ് ആസ്ഥാനത്ത് പൂങ്കുടിലൂടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയത്. ഉച്ചയോടുകൂടി അവരെ വിട്ടയക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഷഹീൻ മാധ്യമങ്ങളെ വിളിച്ചു പറയുകയും തന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ അന്യായമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്, അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, പിതാവ് എവിടെയാണെന്ന് പറയുന്നില്ല എങ്കിൽ ഈ സുഹൃത്തുക്കളെ റിമാൻഡിലാക്കും എന്നുള്ളൊരു ഭീഷണി മുഴക്കി എന്നുകൂടി ഷഹീൻ പറയുന്നുണ്ട്.
ഇതിന് പിന്നാലെ ഈ രണ്ട് സുഹൃത്തുക്കളുടെയും മാതാപിതാക്കൾ, കുടുംബം പോലീസിന് പരാതി നൽകി, കൊച്ചി സിറ്റി പോലീസിന് പരാതി നൽകി. പക്ഷേ കൊച്ചി സിറ്റി പോലീസ് പറയുന്നത് തങ്ങളല്ല ഇങ്ങനെ കസ്റ്റഡിയിലെടുത്തത്, പ്രത്യേക അന്വേഷണ സംഘമാണെന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ നാദിർ ബക്കർ, മറ്റൊന്ന് പോൾ ജോയ് മാത്യു, രണ്ട് യുവാക്കളെയായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഉച്ചയോട് കൂടി ഇവരെ രണ്ടുപേരെയും വിടുകയും ചെയ്തു. അതിനുശേഷം നാദിറിനെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നു. നാദിർ പറയുന്നത് തന്നെ കസ്റ്റഡിയിലെടുത്തതല്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്. അത് കൃത്യമായി നോട്ടീസ് നൽകി തന്നെയാണ് സിദ്ദിഖിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം വിട്ടയച്ചു എന്ന് നാദിർ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഈ സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി തന്നെയായിരിക്കും നാടകീയമായിട്ടുള്ള അവസാന നിമിഷത്തിലെ ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സിദ്ദിഖിനെ പിടികൂടണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ പോലൊരു വ്യക്തിയെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന് തന്നെ വലിയൊരു നാണക്കേടാണ്. അതെ നവമി, അതായത് ഇന്നലെ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് സിദ്ദിഖ് 6 തവണ ഒളിയിടം മാറി എന്നുള്ളതാണ്. അത് അന്വേഷണ സംഘത്തിനും അറിയാം. എന്നിട്ട് സിദ്ദിഖിനെ പോലെയുള്ള പ്രസിദ്ധനായ ഒരാള് ഈ നഗരത്തിൽ തന്നെ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അഭിഭാഷകനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. മറ്റൊരു കാര്യം, ഈ മുഹുൽ റോഹ്തഗിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകനാണ് ഇന്ന് ഹാജരാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഹൈക്കോടതി എന്താണ് ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗുരുതരമായ പരാമർശങ്ങൾ എന്നുള്ളത്. അത് ചേർത്ത് വായിക്കുമ്പോൾ സിദ്ദിഖിന് മുന്നിൽ വഴികൾ അത്ര എളുപ്പമല്ല. അതെ, അതെ രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു സിദ്ദിഖ് ഒളിവിൽ പോയതിനു ശേഷം സിദ്ദിഖിന്റെ കാറ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടുകൂടി സിദ്ദിഖിന്റെ ഓഫായിരുന്ന മൊബൈൽ ഫോൺ ഓണായി. ഏകദേശം അരമണിക്കൂറോളം അത് റേഞ്ചിലുണ്ടായിരുന്നു. അത് നമ്മളടക്കം വിളിക്കുമ്പോൾ അത് മലയാളത്തിലാണ്, ബിസി ആണെന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ അതിനർത്ഥം സിദ്ദിഖിന്റെ ഫോൺ, അല്ലെങ്കിൽ സിദ്ദിഖ് കേരളത്തിലുണ്ട്, വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന്റെ ഒരു ലുക്കൌട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ അടക്കം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും വിദേശത്തോ അല്ലെങ്കിൽ വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ സിദ്ദിഖിന് കഴിഞ്ഞിട്ടില്ല. ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ സിദ്ദിഖ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, സിദ്ദിഖിന്റെ കാറിന്റെ GPS ഏകദേശം മലപ്പുറം ഭാഗത്ത് വെച്ച് വിച്ഛേദിക്കപ്പെട്ടതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കേസിനെ വഴിതിരിച്ചുവിടാൻ അല്ലെങ്കിൽ സിദ്ദിഖിനെ പിടികൂടാതിരിക്കാനുള്ള പല കാര്യങ്ങളും സിദ്ദിഖിന്റെ സർക്കിളിലുള്ള ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മകന്റെ സർക്കിളിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ 6 തവണയാണ് സിദ്ദിഖ് ഒളിത്താവളം മാറിയതെന്നൊരു വിവരം വരുന്നുണ്ട്. ഇതിലൊക്കെ അപ്പുറത്തേക്ക് സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകുന്നതിനു വേണ്ടി അഭിഭാഷകന്റെ ഓഫീസിലേക്ക് സിദ്ദിഖ് എത്തിയാണ് ഒപ്പിട്ടത്. അതിനർത്ഥം പ്രത്യേകമായി അന്വേഷണ സംഘത്തിന് ഇതിലൊരു അജണ്ടയുണ്ട്. തൽക്കാലം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഈ ഉന്നതരുടെ, അതായത് പോലീസിന്മേൽ ചില ഉന്നതരുടെ സമ്മർദ്ദമുണ്ട്. തൽക്കാലം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദത്തിന്റെ ഒക്കെ ആകെ തുകയാണ് ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെയുള്ള അന്വേഷണ സംഘത്തിന്റെ ഇത്രയും ദിവസമായിട്ടുള്ള ചില കണ്ണിപ്പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ചില നീക്കങ്ങൾ. ഇതും തിങ്കളാഴ്ച സിദ്ദിഖിന്റെ ജാമ്യം തള്ളിയപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള മ്യൂസിയം പോലീസ് കൊച്ചിയിലെത്തിയിരുന്നു. അവർ 3 ദിവസം തമ്പടിച്ചിരുന്നു. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തി. പക്ഷേ പിന്നീട് അവരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യമായിരുന്നു. സുപ്രീം കോടതിയുടെ ഒരു വിധി കൂടി നോക്കിയതിന് ശേഷം അറസ്റ്റ് മതി എന്നുള്ളൊരു കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയുമായിരുന്നു. അതിനർത്ഥം ഈ അന്വേഷണ സംഘത്തിന് തന്നെ സിദ്ദിഖിനെ പിടികൂടണമെന്ന താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. അതും സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകാൻ സിദ്ദിഖിന് സാവകാശം കൊടുക്കുകയും ചെയ്തു. അതും മുതിർന്ന ഒരു അഭിഭാഷകൻ മുകുൾ റോഹ്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരാകുന്നത്. എന്തായാലും ഈ ജാമ്യം നേടുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് സിദ്ദിഖിനുള്ളത്. അത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘവും നിൽക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ ഈ എതിർ ഈ അതിജീവിതയും സർക്കാരും കോടതിയിൽ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ വിശദമായിട്ടുള്ളൊരു വാദത്തിനോ അല്ലെങ്കിൽ വിചാരണയ്ക്കൊക്കെ വാദത്തിനൊക്കെ മറ്റൊരു ദിവസത്തേക്ക് ഈ ഹർജി മാറ്റിവെച്ചെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പരാമർശം കൂടി, അതുവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു
പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സിദ്ദിഖിനെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമായിരിക്കും. മറിച്ചാണെങ്കിലും എന്തായാലും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യില്ല എന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാകും. എന്തായാലും നമുക്കറിയാം ഇന്ന് എന്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന്. തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടെ തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ ഹിയറിംഗ് നിയമപ്രകാരമല്ലെന്നാണ് ആശ ലോറൻസിന്റെ വാദം. MM ലോറൻസിന്റെ അവസാന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന മകൻ സജീവന്റെ മൊഴിയുടെയും ഇത് സാധൂകരിക്കുന്ന 2 സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ മൃതദേഹം വൈദ്യ പഠനത്തിന് ഏറ്റെടുക്കാൻ സമിതി തീരുമാനിക്കുകയായിരുന്നു. നവമി തുടരുന്നു. നവമി, ഈ ആശാ ലോറൻസ് വിട്ടുകൊടുക്കുന്നില്ല. നേരത്തെ നമുക്കറിയാം മൃതദേഹം വൈദ്യ പഠനത്തിന് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു മെഡിക്കൽ കോളേജ് അടക്കം. പക്ഷേ ഇനിയുള്ള നീക്കങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ രഞ്ജിത്ത്, ഈ മെഡിക്കൽ കോളേജിൽ അന്നത്തെ ഹിയറിംഗിന് ശേഷം ആശ ലോറൻസ് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വലിയ വിമർശനമാണ് ഈ പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രിൻസിപ്പൽ തന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. താൻ വന്നപ്പോൾ തൻ്റെ പേര് ചോദിച്ചു, പിതാവാണെന്ന് തെളിയിക്കുന്നതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രിൻസിപ്പലിനെതിരെ ആശാ ലോറൻസ് പറഞ്ഞത്. തനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അന്ന് തന്നെ ആശ പറയുകയും പിന്നീട് ഈ പ്രിൻസിപ്പലിന്റെ ഒരു ഉത്തരവ് വന്നിരുന്നു. ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകാമെന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിന് പിന്നാലെ തന്നെ ഹൈക്കോടതിയെ ആശ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശ പറയുന്നത് മകൾ സുജാത അവർ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതായത് മൃതദേഹം കളമശ്ശേരിക്ക് വിട്ടു നൽകണമെന്നോ അല്ല എന്നുണ്ടെങ്കിൽ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നോ അങ്ങനെ ഒരു തീരുമാനവും മകൾ സുജാത പറഞ്ഞിട്ടില്ല. സജീവൻ മാത്രമാണ് ആ ഒരു നിലപാടിൽ നിൽക്കുന്നത്. പക്ഷേ സജീവൻ ആദ്യം പറയുന്നു തന്നോട് പിതാവ് പറഞ്ഞു എന്ന്. പിന്നീട് ഹിയറിംഗിന് പ്രിൻസിപ്പലിന്റെ മുന്നിലേക്ക് വരുമ്പോൾ മറ്റ് 2 സാക്ഷികളെ കൂടി ഹാജരാക്കുന്നു. അതൊരു കെട്ടിച്ചമച്ചതല്ലേ? അല്ലെങ്കിൽ ഈ മൃതദേഹം വിട്ടു നൽകാതിരിക്കാനുള്ളൊരു നടപടിയല്ലേ? അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ സജീവൻ അങ്ങനെ പെട്ടെന്ന് 2 പേരെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വന്നത് എന്നൊരു കാര്യമാണ് ആശ ഉന്നയിക്കുന്നത്. എന്തായാലും ആശ ഇന്നും കോടതിയെ സമീപിക്കും. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്ന് നമുക്ക് നോക്കിക്കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി പ്രിൻസിപ്പലിന്റെ, അതായത് മെഡിക്കൽ കോളേജ് ഈ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശത്തിലേക്ക് വിട്ടിരുന്നു. അവരുടെ ഉത്തരവ് പ്രകാരം നടത്താം, അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരം നടത്താമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ആ നിലപാടിൽ തന്നെ, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ ആശാ ലോറൻസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ, ഉത്തരവുകളൊക്കെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രഞ്ജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ആശുപത്രി, കുട്ടികളുടെയൊക്കെ ആശുപത്രിയാണ് അത്. നമുക്കറിയാം അവിടെ പ്രസവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ആശുപത്രിയാണ്. അവിടെ 3 മണിക്കൂറാണ് വൈദ്യുതി മുടങ്ങിയത്. അതും ലേബർ റൂമിൽ അടക്കം വൈദ്യുതി മുടങ്ങി. അവിടെ പ്രസവം നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം. മൊബൈൽ വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടി അവിടെ തുടർ ശസ്ത്രക്രിയയൊക്കെ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. എത്രത്തോളം ഗുരുതരമായ അനാസ്ഥ അല്ലേ? മുടങ്ങിയിട്ടും ഇത് ഉന്നത അധികാരികളെ അറിയിച്ചില്ല എന്നൊരു ഗുരുതരമായ വീഴ്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുകയുണ്ടായി. ജനറേറ്റർ തകരാറാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ വലിയ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നില്ലേ. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അത്യാഹിത വിഭാഗം ഉൾപ്പെടെയാണ് ഇന്നലെ ഇരുട്ടിലായത്. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെ വൻ പ്രതിഷേധമാണ് കണ്ടത്. സംസ്ഥാനത്ത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ട് കേസെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്.
ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം കടുപ്പിച്ച് CPIയും LJDയും. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വിവാദം തണുപ്പിക്കാനാണ് സർക്കാർ നീക്കം. അജിത് കുമാറിനെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ വരും. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ അജിത് കുമാറിനെതിരെ എന്ത് നടപടി എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അന്വേഷണം നടത്താൻ DGP അന്വേഷണം നടത്തുന്നുമുണ്ട്, പ്രത്യേക സംഘം അന്വേഷിക്കുന്നുമുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം നടപടി എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ? CPIയുടെയൊക്കെ കടമ്പിടുത്തം ഏതെങ്കിലും തരത്തിൽ ഈ നിലപാട് മാറാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ? ആര്യ, ഇടതുമുന്നണിയിൽ തന്നെ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിവെച്ചാണ് അജിത് കുമാറിന്റെ ഇപ്പോഴത്തെ സ്ഥാനം, അല്ലെങ്കിൽ അദ്ദേഹം ADGP സ്ഥാനത്ത് തുടരുന്നത്, അങ്ങനെ ഒരു സ്ഥിതി കൊണ്ടുപോകുന്നത്. കാരണം ഈ തർക്കങ്ങൾ അതിരൂക്ഷമാവുകയാണ്. മാത്രമല്ല, ഇടതുമുന്നണിയെ ആകെ പിടിച്ചുലയ്ക്കുന്ന നിലയിലേക്ക് മലബാറിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മലപ്പുറത്ത് PV അൻവറിന്റെ പൊതുസമ്മേളനം, ആദ്യ സമ്മേളനമായിരുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത് സുഖകരമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് പലപ്പോഴായി സ്വതന്ത്രന്മാരെ ഇറക്കിയുള്ള ഒരു രാഷ്ട്രീയ നേട്ടം മലബാറിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ നേടിയിരുന്നു. അതിനെല്ലാം തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് ഒരു ADGPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുകയാണ്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം. അദ്ദേഹം MR അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല. അന്വേഷണം 4 കേസുകൾ, പ്രധാനപ്പെട്ട 4 കേസുകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ 4 കേസുകളുമായി ബന്ധപ്പെട്ടും MR അജിത് കുമാറിനെ ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ അവധിയിൽ പ്രവേശിപ്പിക്കുന്നതിനോ പോലും ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിന്റെ എതിർപ്പ് മാത്രമല്ല, ഇതിൽ CPIയുടെ എതിർപ്പുണ്ട്, RJDയുടെ എതിർപ്പുണ്ട്, NCPയുടെ എതിർപ്പുണ്ട്. അങ്ങനെ ഘടകകക്ഷികൾ പരസ്യമായി തന്നെ ADGPയെ തള്ളിപ്പറഞ്ഞിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്. മാത്രമല്ല, DGPയുടെ ഇതുവരെയുള്ള നിലപാടുകൾ അത് ADGPക്ക് അനുകൂലമല്ല. അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പരിശോധിക്കുമ്പോൾ ADGPയുടെ പല കാര്യങ്ങളും, ADGPയുടെ പല ചെയ്തികളും ശരിയല്ലായിരുന്നു എന്ന നിലയ്ക്ക് തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലമായ സംഭവം, ആ സമയത്ത് ADGPയുടെ സാന്നിധ്യം, ADGPയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച അന്വേഷണം, ഇതൊന്നും എങ്ങും എത്തുന്നില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസവും അൻവറിന്റെ ആരോപണം ഉണ്ടായത്. അതായത് നമ്മളിവിടെ കാണേണ്ടത് അടുത്ത മാസം 3-ന് ADGPയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് DGP നൽകാനുള്ള അവസാന ദിവസമാണ്. 1 മാസ കാലാവധി പൂർത്തിയാവുകയാണ്. പക്ഷേ ഈ 1 മാസവും അജിത് കുമാർ ADGP ലോ ആൻഡ് ഓർഡർ കസേരയിൽ തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇടതുമുന്നണിയെ പിടിച്ചു കുലുക്കുന്നു, അല്ലെങ്കിൽ ഒരു ADGPയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ തന്നെ വലിയ തലവേദനയാകുന്ന ഒരു സംഭവമായിട്ട് കൂടി MR അജിത് കുമാർ സംരക്ഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും PV അൻവർ ഉന്നയിച്ചത് ഈ അമിതമായി സ്വത്ത് സമ്പാദിച്ചു, അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ഇത് പരിശോധിക്കുന്നതിന് പോലും തയ്യാറാകുന്നില്ല. 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഫ്ളാറ്റ് 66 ലക്ഷം രൂപയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ മറച്ചു വിട്ടിട്ട് പോലും അതേക്കുറിച്ച് പോലും കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല. എന്തിന് ഈ സംരക്ഷണം നൽകുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് കാണേണ്ടത്. കാരണം ഇടതുമുന്നണിയിൽ ഇത്രയധികം കലാപം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഇനി എത്ര നാൾ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. MR അജിത് കുമാറിനെ എതിരെയുള്ള അന്വേഷണങ്ങൾ അത് എവിടെയെങ്കിലും എത്തുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. കാരണം വിജിലൻസ് അന്വേഷണത്തിന് കാലാവധി കൊടുത്തിരിക്കുന്നത് 6 മാസമാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടത്. വിജിലൻസ് അന്വേഷണത്തിന് നൽകിയിരിക്കുന്ന കാലാവധിയാകട്ടെ 6 മാസം വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങളിൽ പ്രതീക്ഷയില്ല എന്ന് PV അൻവർ പറയുന്നു. അദ്ദേഹം ഇടതുമുന്നണിക്ക് പുറത്തേക്ക് പോകുന്നു. CPI ഇടഞ്ഞു നിൽക്കുന്നു. മറ്റ് കക്ഷികളെല്ലാം ഇടഞ്ഞു നിൽക്കുമ്പോഴും MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണ്. പക്ഷേ അത് എത്ര നാൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. MR അജിത് കുമാറിനെ എത്ര നാൾ മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ സാധിക്കുമെന്ന ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നു വരുന്ന പശ്ചാത്തലം പല മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലം. എന്തായാലും സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപക്ഷെ ഇന്നറിയാം, അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി നമുക്ക് ആ ഒരു കാര്യത്തിൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും രഞ്ജിത്ത്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിച്ചു. ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ഒരു അതിഥിയാണ് ചേരുന്നത്, ഒരു വൈറൽ ഗായികയാണ്. അതെ, ആരാണെന്നുള്ളത് തിരികെ വരുമ്പോൾ നോക്കാം.
വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനി അതിഥിയിലേക്കാണ് കടക്കുന്നത്. രഞ്ജിത്ത്, നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പതിവായി കേൾക്കാറുള്ളതാണ് കുട്ടികളുടെ ശബ്ദത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികൾ പാടുന്ന ഭക്തിഗാനങ്ങൾ, അല്ലേ? അത് കുട്ടികളല്ലേ പാടുന്നത്? അത് കുട്ടികളല്ല പാടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആൾ വൈറലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് ചെറിയ കുട്ടിയല്ല, വലിയൊരു കുട്ടിയാണ് ഇതൊക്കെ പാടുന്നതെന്ന് കേട്ടിട്ട് ആളുകളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. നമുക്ക് പരിചയപ്പെടാം, അല്ലേ? ശ്യാമ ഷിബു മാധവൻ ആണ് നമുക്കൊപ്പം ചേർന്നത്. ശ്യാമ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക്, ന്യൂസ് 18ലേക്ക് സ്വാഗതം. രാവിലെ ഭക്തിമാർഗത്തിലാണെന്ന് തോന്നുന്നു. കേൾക്കാമോ? പറയൂ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഈ കൊച്ചുകുട്ടികളുടെ ഭക്തിഗാനങ്ങൾ നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷേ അതിന് പിന്നിലൊരു വലിയ കുട്ടിയാണെന്ന് ഇപ്പോഴാണ് മലയാളികളൊക്കെ അറിയുന്നത്. ഇതെങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും ശ്യാമയെ തിരിച്ചറിഞ്ഞു വരുന്നത്? അത് എനിക്ക് തോന്നുന്നു മുന്നേ കുറച്ച് വർഷം മുന്നേ പാടിയ ഒന്ന് രണ്ട് സോങ്സ് ഇപ്പം റീൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാമ രഘുരാമ എന്നുള്ളൊരു ഗാനം, അല്ലേ? റീൽസിലൊക്കെ കുട്ടികൾ, ടീനേജേഴ്സിലൊക്കെയുള്ള കുട്ടികൾ ധാരാളമായിട്ട് അത് റീലാക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വൈറലാകുന്നത് ശ്യാമ. ഇതിന് പിന്നിലെ സൗണ്ട് ആരാണെന്നുള്ളത് തേടിപ്പോയപ്പോൾ നമുക്ക് പാട്ടൊന്ന് കേൾക്കാം ആദ്യം, അല്ലേ? ശ്യാമ തന്നെ പാടട്ടെ. അതെ അതെ. ഒരു ചെറിയ രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ രാജാതിരാജനവൈലോകം വാടുന്ന രാമ രാമ മോക്ഷം കൊടുത്ത ഈ പാട്ടാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റുപാടുന്നത്, വലിയ വൈറലായി. ഒരു വർഷം മുമ്പ്, എത്ര നാൾ മുമ്പ് പാടിയ പാട്ടാണിത്? 10 വർഷം. പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു തുടങ്ങിയത്, അതെ അതെ, ഈ ഒരു അടുത്തിടയ്ക്ക് രഞ്ജിത്ത്, ഒരു 2-3 ആഴ്ചയിലധികം ആയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഗാനത്തിന് പിന്നിൽ ശ്യാമയാണ് എന്നുള്ളത് വൈറലായി തുടങ്ങിയിട്ട്. ഈ ഗാനം ഒരു 2-3 മാസമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ശ്യാമ സംഗീതം പഠിച്ചതാണോ? ഇപ്പോഴും പഠിക്കുകയാണ്? ഇപ്പോഴും സംഗീത വിദ്യാർത്ഥിയാണ്? ഈ ഒരു പ്രൊഫഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ശ്യാമ. ശ്യാമ ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് അത് കൊച്ചു കുട്ടികളാണ് പാടുന്നത് എന്നുള്ളതാണ്. ഈ ഭക്തിഗാനങ്ങൾ മാത്രമാണോ കൂടുതൽ പാടുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ? എനിക്ക് വന്ന അവസരങ്ങൾ ഭക്തിഗാനങ്ങളുടേതായിരുന്നു. അപ്പോ അങ്ങനെ നമ്മള് വന്നപ്പോ അങ്ങനെ നമ്മൾ പാടി, കൂടുതലും ഭക്തിഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. അല്ലാതെ 1-2 ആൽബം സോങ്സും പാടിയിട്ടുണ്ട്. സിനിമയിൽ പാടിയിട്ടുണ്ടോ? സിനിമയിൽ ഇപ്പോ റീസെന്റ് ഒരു സംസ്കൃതം ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്. അത് റിലീസിനുള്ളൂ. ശ്യാമ, ഒരു സംശയം ചോദിക്കട്ടെ, അതായത് ഈ കൊച്ചുകുട്ടികളുടെ സൗണ്ടിലായിട്ട് പാടുന്നതാണോ അതോ പാടുമ്പോൾ അങ്ങനെ തന്നെയാണോ? ഇപ്പം സംസാരിക്കുമ്പോൾ അതെ അതെ, നമുക്ക് സംസാരിക്കും, പക്ഷെ അത്രത്തോളം ഒരു കൊച്ചുകുട്ടിയുടെ സൗണ്ട് തോന്നുന്നില്ല. പാടുമ്പോ എന്തോ എനിക്ക് ഓൺ വോയിസിൽ പാടുമ്പോ ഈ ഒരു ശബ്ദം വരുമ്പേ, പക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ജോണറിലുള്ള പാട്ടുകൾ പാടാൻ ശ്രമിക്കാറുണ്ട്, വോയിസ് ചേഞ്ച് ചെയ്ത്. പക്ഷെ റെക്കോർഡിങ്ങും ഇപ്പൊ അല്ലാതെ ലൈവ് ഒക്കെ പാടുമ്പോ ഈ ഓൺ വോയിസ് തന്നെയാണ് വരുന്നത്. വലിയ കുട്ടിയാകാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. അപ്പൊ അതെ, അങ്ങനെയാണ്. അപ്പൊ ഈ ആൽബങ്ങളിലാണല്ലേ കൂടുതൽ, ഈ ഭക്തി ആൽബങ്ങളിലാണ് കൂടുതൽ പാടുന്നത്, അല്ലേ? അവസരങ്ങൾ കൂടുതൽ അവിടെയാണ്. ഇനി നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും പൊതുവെ കേൾക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഗാനങ്ങളാണ് ശ്യാമയുടെ പാട്ടുകൾ എന്ന് പറയുന്നത്. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? ഓ ശരി. ആശ്രയം
എന്താണ് 2 വരിയിൽ അങ്ങ് ഒതുക്കി കളഞ്ഞത്? ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് വരുമായിരുന്നു. ബാക്കി കൂടി പാടാം. ഈ പ്രൊഫഷനിൽ എത്തിയിട്ട് എത്ര കാലമായി ശ്യാമ? ഞാനൊരു 1 വർഷമായി ഇവിടെ. ഞാനൊരു 4 ദിവസം മുതൽ ചെറുതായിട്ട് പാടിയിട്ട് തുടങ്ങി. പിന്നെ വീട്ടിലെ അച്ഛൻ പാടുമായിരുന്നു. പിന്നെ പാട്ട് പഠിപ്പിക്കാൻ ചേർന്നു. ഒരു 10th ഒക്കെ കഴിയുമ്പോൾ മ്യൂസിക് കോളേജിൽ ചേർന്നു. അങ്ങനെ സംഗീതം തന്നെ വിഷയമായിട്ടിരിക്കുന്നു. ഈ ആൽബങ്ങളിലൊക്കെ പാടി തുടങ്ങിയത് എത്രാമത്തെ വയസ്സ് മുതലാണ്? ഒരു കൃത്യമായിട്ടൊരു ഓർമ്മയൊരു ഞാനൊരു 6ലോ 7ലോ പഠിക്കുമ്പോഴായിരിക്കില്ല. 6ലോ 7ലോ പഠിക്കുമ്പോഴൊക്കെയാണ് ഈ അല്ലേ? അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായി മിക്ക ക്ഷേത്രങ്ങളിലും പോകാറുണ്ടല്ലോ അല്ലേ? പോവാറുണ്ട്. ഈ ചെല്ലുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ശ്യാമയുടെ പാട്ട് അവിടെ വെച്ചിരിക്കുന്ന അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താ വലിയ സന്തോഷം തോന്നും അല്ലേ? സന്തോഷമല്ല. ഓടിപ്പോയി ആളുകൾ പറയുമോ ഞാനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നതെന്ന്? എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നില്ല. ഇല്ല, പൊതുവെ അങ്ങനെ പറയാറില്ല. അല്ലാതെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ പറയും. അല്ലെങ്കിൽ നമ്മൾ സ്വയമായിരിക്കും പാടാൻ ശ്രമിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടെ പാടാമോ? 2 വരിയിൽ നിർത്തരുത്. അതെ. ഇല്ല. ഒരു കൃഷ്ണന്റെ ഒരു ശ്യാമ, കാണുമ്പോൾ പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമയാണ് ഇത് പാടുന്നത്. എത്രയോ തവണ നമ്മള് ക്ഷേത്രങ്ങളിലും മറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ള പാട്ടാണെന്നറിയാം. അതെ. ഇതൊക്കെ എത്രത്തോളം വലിയ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. ശ്യാമ അതേപോലെ ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായി നിന്നൊരു പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, മിഴിയഴക് നിറയും രാധ. അത് ശ്യാമയല്ലേ പാടിയത്? അതൊന്ന് പാടാവോ ഞങ്ങൾക്ക് വേണ്ടി? ഇതിന്റെ ഒരുപാട് വേർഷൻസ് കേട്ടിട്ടുണ്ട്. ഇത് ഈ ടെക്നോളജി ഉപയോഗിച്ച് പലതരത്തില് ഇതിനെ റീമിക്സ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. എത്ര വലിയ വമ്പൻ ഹിറ്റാണല്ലേ? ഈ ഭക്തിഗാനങ്ങളുടെ ചരിത്രത്തിലെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നാണ് ഈ മിഴിയഴക് എന്ന പാട്ട്. വലിയ അത്ഭുതം തോന്നുന്നു കേട്ടോ ശ്യാമ, ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ആ പാട്ട് പാടിയ ആളാണല്ലോ എന്ന് കാണുമ്പോൾ. ശ്യാമ, പക്ഷേ ഈ സൂമില് നമുക്ക് ശ്യാമയെ ലഭിച്ചത് ഇപ്പോൾ ഒരു നഷ്ടമായി പോയെന്ന് തോന്നുകയാണ്. കാരണം ഫ്ലോറിലെത്തി കുറച്ചും കൂടി നമുക്ക് ഓഡിയോ ക്ലാരിറ്റിയിൽ വേണമായിരുന്നു. എവിടെയാ താമസം ശ്യാമ? സ്ഥലം? ഇരിങ്ങാലക്കുടയാണ്. അപ്പൊ നമുക്ക് സ്റ്റുഡിയോ ഫ്ലോറിലോട്ട് എത്തണം, എന്നിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കാനും പാടാനും ഉണ്ട്. നമുക്ക് നേരിട്ട് കാണുകയും വേണം. ഒരുപാട് സന്തോഷം ശ്യാമ കണ്ടതില്. താങ്ക് യു സോ മച്ച്.
അപ്പോൾ അതൊരു അത്ഭുത ഗസ്റ്റ് ആയിരുന്നു. അതെ അതെ തീർച്ചയായും. പ്രതീക്ഷിച്ചില്ല. അതെ അതെ, നമുക്ക് ആ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് ശ്യാമയോട് സംസാരിക്കാനോ ആ പാട്ട് കേൾക്കാനോ ഒന്നും കഴിയാതെ പോയത്. നമുക്ക് ഉറപ്പായിട്ട് ശ്യാമയെ കൊണ്ടുവരണം നമ്മുടെ ഫ്ലോറിൽ. തീർച്ചയായിട്ടും. നമുക്കിനിയിപ്പം ദേശീയ വാർത്തകളുണ്ട്. ദേശീയ വാർത്തകളിൽ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുണ്ട്. ഇങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. ഇ ആർ രാഗേഷ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ഇ.ആർ. നമസ്കാരം. എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ ഇന്ന്? ദേശീയ തലത്തിൽ പ്രധാനമായും ജമ്മു കശ്മീർ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. ഒപ്പം ആർജിക്കർ മെഡിക്കൽ കോളേജിലെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിർണായകമായ ഹർജി വരുന്നുണ്ട്. ഒപ്പം ഇന്നലെ കൊൽക്കത്തയിൽ ഡോക്ടർമാർ വലിയൊരു റാലി സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും വിശദമായി നോക്കാം. ആദ്യം ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ 50 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ 50 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ 24, പിന്നീട് 26, ഇനി മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുമ്പോൾ പ്രധാനമായും 40 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. 90 മണ്ഡലങ്ങളാണ് ജമ്മു കശ്മീരിലുള്ളത്. അതിൽ 40 മണ്ഡലങ്ങൾ നാളെ വിധി എഴുതുകയാണ്. 7 ജില്ലകളിലായാണ് ഈ 40 മണ്ഡലങ്ങൾ കടക്കുന്നത്. അതായത് 4 ജില്ലകളിലെ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ജമ്മു മേഖലയിലാണ്. കശ്മീരിലേക്ക് വരുമ്പോൾ അവിടെ 3 ജില്ലകളിൽ നടക്കുന്നു. ഈ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന ജമ്മു മേഖലയിലെ മണ്ഡലങ്ങളുള്ളത് ജമ്മു, ഉദ്ധംപൂർ, ഒപ്പം തന്നെ സംബ, കഠുവ ജില്ലകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കശ്മീരിലേക്ക് വരികയാണെങ്കിൽ ബാരാമുള്ള, ബന്ദിപ്പോര, ഒപ്പം തന്നെ കുപ്വാര, വടക്കൻ കശ്മീരിലാണ് ഈ 3 ജില്ലകളുമുള്ളത്. ഏതായാലും വിവിധ വിഷയങ്ങൾ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് 370 റദ്ദാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം പദവി അടക്കം എടുത്തു കളഞ്ഞ അടക്കമുള്ള വിഷയങ്ങൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും PDPയും അടക്കമുള്ളവർ പ്രധാന ആയുധമാക്കുമ്പോൾ BJP മറുവശത്ത് ദേശീയത അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഒപ്പം ഭീകരവാദം വലിയ രീതിയിൽ പ്രചാരണ രംഗത്ത് ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ ആധിപത്യം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഏതായാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയത്. കാരണം മാത്രമല്ല വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ആദ്യ 2 ഘട്ടം എടുക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് 62% പോളിംഗ്, രണ്ടാം ഘട്ടത്തിൽ 58% പോളിംഗ്. സ്വാഭാവികമായും മൂന്നാം ഘട്ടത്തിലും വലിയൊരു പോളിംഗ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വിധി എഴുതുകയാണ് നാളെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചാരണത്തിനെത്തുകയും ചെയ്തിരുന്നു. ഇനി ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായകമായ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. അതിനു മുൻപായി ഇന്നലെ കൊൽക്കത്തയിൽ ഡോക്ടർമാർ ടോർച്ച് റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ ടോർച്ച് റാലിയിൽ പ്രധാനമായി അവർ ഉന്നയിച്ചത് ആവശ്യം ഒന്ന്, ഈ ബലാത്സംഗത്തിനായി കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കണം, ഒപ്പം മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കണം, സുരക്ഷിതമായൊരു തൊഴിൽ സാഹചര്യം ഒരുക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ടോർച്ച് റാലി സംഘടിപ്പിച്ചത്. ഏതായാലും ഡോക്ടർമാർ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് ഇന്ന് ഏതായാലും സുപ്രീം കോടതി ഹർജി പരിഗണിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ഹർജി പരിഗണിച്ച ശേഷം പൂർണ്ണമായും ജോലിയിൽ കയറാനുള്ള തീരുമാനത്തിലേക്ക് ഏതായാലും ഡോക്ടർമാർ ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ ഇ.ആർ. രാഗേഷാണ് നമുക്കൊപ്പം ചേർന്നതും വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയതും. താങ്ക് യു ഇ.ആർ. താങ്ക് യു. അപ്പോൾ നമുക്കിനി മറ്റ് ഇന്റർനാഷണൽ തലത്തിൽ ഉള്ള പ്രധാന വാർത്ത, ഇസ്രായേലിൻ്റെ ആക്രമണം. അത് വലിയ തോതിൽ ഇപ്പോഴും നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഹിസ്ബുള്ളയെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ ആക്രമണം നമ്മൾ കണ്ടു. ഹുദൈദ തുറമുഖത്തിലടക്കം തുറമുഖത്ത് ഉഗ്ര സ്ഫോടനമുണ്ടായി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത് ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ യമനിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം. കാരണം യമനിലെ ഹൂതികൾ ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിന് പ്രതികാരം എന്നോണം ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തും റാസ് ഈസയിലും വ്യോമാക്രമണം നടന്നു. 8 മരണം ഇതിനകം സ്ഥിരീകരിച്ചു. അതിൽ ഈ ഹൂതികളുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടി മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. തുറമുഖത്ത് ശേഖരിച്ചിരുന്ന എണ്ണയൊക്കെ ആക്രമണ ഭീഷണിയെ തുടർന്ന് മാറ്റിയിരുന്നതായി ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ US-ന്റെ പങ്കാളിത്തം കൂടിയുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. US സെൻട്രൽ കമാൻഡന്റും പങ്കുവഹിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തങ്ങളുടെ ശത്രുക്കളായ ആരുടെയും പ്രദേശങ്ങൾ തങ്ങൾക്ക് അന്യമല്ല, എവിടെയും ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാം എന്ന മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇന്നലെ പറഞ്ഞു. ഇനിയും ഇസ്രായേലിന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിന് ആരെങ്കിലും മുതിർന്നാൽ അതിപ്പോൾ ഹമാസിന്, ഹൂതികൾക്ക്, ഒപ്പം ഹിസ്ബുള്ളയ്ക്ക് ഉള്ള മുന്നറിയിപ്പായി കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം.
അതേസമയം ബെയ്റൂത്തിലും ദക്ഷിണ ലെബനനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 50-ലേറെ പേരാണ് ഇന്നലെ മാത്രം ബെയ്റൂട്ടിലുണ്ടായ ആക്രമണത്തിൽ, ലെബനന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വീണ്ടും വലിയ അഭയാർത്ഥി പ്രവാഹത്തിലേക്കൊക്കെ അവർ കടക്കുകയാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങളെ സൈന്യം പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കുകയും വേണം. അങ്ങനെ കരയുദ്ധത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള സ്ഥിതിഗതികൾ ഇസ്രായേലിലുണ്ട് എന്നും ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലെ 100-ലേറെ മിസൈലുകൾ ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പതിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട, അതായത് അവരുടെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് എല്ലാ നേതാക്കളെയും ഇസ്രായേൽ ഇല്ലാതാക്കി എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കാനില്ല ഇസ്രായേൽ എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതാണ് ഇന്റർനാഷണൽ തലത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താതെ എന്ന ആരോപണം ശക്തമാവുകയാണ്. നിർമ്മാണ പ്രവർത്തനം മൂലം പാലാരിവട്ടം കാക്കനാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ജനകീയ സമരസമിതി. നഗരഹൃദയത്തിലൂടെ കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടം തൃപ്പൂണിത്തുറ വരെ എത്തിക്കുമ്പോഴൊന്നും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കലൂർ മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 11 കിലോമീറ്റർ ദൂരം വരുന്ന 2ാം ഘട്ട നിർമ്മാണം വലിയ വെല്ലുവിളിയാണ് KMRL ഉയർത്തുന്നത്. യാതൊരുവിധ കൂടിയാലോചനകളുമില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നും ഈ നിലയിൽ പോയാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും സ്ഥലം MLA ഉമാ തോമസ് പറഞ്ഞു. മെട്രോയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മെട്രോ MD നമ്മളെ എല്ലാവരെയും, ജനപ്രതിനിധികളെയും അതുപോലെ അവിടെയുള്ള കൗൺസിലേഴ്സ് ഉൾപ്പെടെ അതേപോലെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വിളിച്ച് പ്രിപ്പറേറ്ററി വർക്കുകൾ ചെയ്തതിന് ശേഷം മാത്രമേ 2ാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് വിരുദ്ധമായിട്ട് മെട്രോ വർക്ക് തുടങ്ങുകയാണ് ചെയ്തത്. പലയിടങ്ങളിലും നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ച് പോകുമ്പോൾ 2 വീലർ യു ടേൺ എടുത്ത് പോകുന്നത് പോലെ കാൽനടക്കാർ പോലും യു ടേൺ എടുത്ത് വരേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് KMRL നേരിടുന്ന വെല്ലുവിളിയെന്ന് MD ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. DPR തയ്യാറാക്കിയപ്പോൾ പോലും മുന്നൊരുക്ക പ്രവർത്തികൾക്കുള്ള ഫണ്ടിന്റെ കാര്യം പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ബാക്കി പ്രിപ്പറേറ്ററി വർക്ക് നമ്മുടെ വയഡക്ട് ലൈനിൽ ആ റോഡിലെ നമ്മുടെ പ്രിപ്പറേറ്ററി വർക്ക് ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. അതിൽ റോഡ് വീതി കൂട്ടി. പക്ഷേ ആൾക്കാരുടെ ആക്ച്വലി ഒരു ഡിമാൻഡാണ് ഈ മെയിൻ റോഡ് കണക്ട് ചെയ്തിട്ടുള്ള ഇടവഴികളിലെ ചെറിയ വഴികളൊക്കെ ഒന്ന് വളരെ വീതി കൂട്ടണം. അപ്പോൾ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ എത്ര പെട്ടെന്ന് ഒരു അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട ഇന്ന് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. വൈകിട്ട് കാക്കനാട് പാലച്ചുവട് മുതൽ പ്രതിഷേധ റാലി നടത്താനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ 1ാം സ്ഥാനം നേടി മലയാളി വിദ്യാർത്ഥികൾ. മലപ്പുറം എടയൂർ സ്വദേശി മഹേകൃഷ്ണ ഉൾപ്പെടെ 5 പേരാണ് നേട്ടം കൈവരിച്ചത്. ഓഗസ്റ്റ് 24 മുതൽ 27 വരെ ഡൽഹി നോയിഡയിൽ ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിലാണ് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടിയത്. കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികളായ മലപ്പുറം എടയൂർ സ്വദേശി മഹീകൃഷ്ണ, തൃശൂർ സ്വദേശികളായ ബാസിൽ, ആകാശ്, ആദിത്യൻ, എറണാകുളം മാപ്പിളക്കുടിയിൽ അലൻ സക്രിയ എന്നിവരാണ് നേട്ടം കൈവരിച്ചത്. 30 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് 1ാം സ്ഥാനം. 1 ലക്ഷം രൂപയും മെഡലും ട്രോഫിയും സമ്മാനമായി ലഭിച്ചു. കുറച്ച് ടഫ് തന്നെയായിരുന്നു. കാരണം നമ്മൾ RC കാർ എന്ന് പറഞ്ഞാൽ നമ്മളധികം ചെറുപ്പത്തിൽ കണ്ടല്ലാണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ മെക്കാനിക് സൈഡ് ഡിഫറൻഷ്യലൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം സെറ്റാക്കി എടുത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പോയത് ഭയങ്കര ഇഷ്യമായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ മോട്ടോർ പോയി. പിന്നെ അത് പോയി സോഴ്സ് ചെയ്ത് അത് കാരണം കോമ്പറ്റീഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ലാസ്റ്റ് മിനിറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ ഒരാൾ ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോട്ടോർ
സെറ്റ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടായുള്ളൂ. ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ലൈക്ക് നമ്മളൊരു RC ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അതൊരു ബഗ്ഗി പോലത്തെ ഒരു വേർഷനിലായിരിക്കണം. എന്നിട്ട് ഓഫ് റോഡ് 200 മീറ്റർ ട്രാക്കിൽ നമ്മൾ റേസ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞ ടൈമിലും ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് നമ്മൾ ഈ കളി ജയിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏകദേശം 200 മീറ്റർ 29 സെക്കൻഡ് ആവറേജ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 30ഓളം രാജ്യങ്ങളായിരുന്നു ഈ ഒരു ഈവെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ബാസലും മഹികൃഷ്ണയും മെക്കട്രോണിക്സ് അവസാന വർഷ വിദ്യാർത്ഥികളും ആകാശ്, ആദിത്യൻ, അലൻ എന്നിവർ ഫുഡ് ടെക്നോളജി 3-ാം വർഷ വിദ്യാർത്ഥികളുമാണ്. കൂടുതൽ വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശേഷിയുള്ള പുതിയ വാഹനം നിർമ്മിച്ച് ഭാവിയിലെ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ 5-അംഗ ടീം. ന്യൂസ് 18 തിരൂർ. അപ്പോൾ മലയാളി പുലിക്കുട്ടികളെയാണ് നമ്മൾ കണ്ടത്. രഞ്ജിത്ത്, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കമൻസ് നോക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇത്തരത്തിൽ നമ്മൾ സംസാരിക്കുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ നീതി സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ടോ, പിന്നെ മെഡിക്കൽ കോളേജിൽ ജനറേറ്റർ ഇല്ലേ, അങ്ങനെ തുടങ്ങിയ അവരുടെ സംശയങ്ങളും അവർ നമ്മുടെ ഈ വാർത്ത കേട്ടിട്ട് അവരുടെ കമൻസായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രേക്ഷകരൊക്കെ നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. സുനിമോൾ R പറയാണ് ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന്. സുനിമോൾക്കും ഞങ്ങളുടെ വക ഒരു ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അർജുൻ ഹലോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അർജുനും ഗുഡ് മോർണിംഗ്. അതേപോലെ തന്നെ ജോൺ സി എബ്രഹാം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജോൺ സി എബ്രഹാം. അങ്ങനെ പ്രേക്ഷകർ നമ്മുടെ വാർത്തയൊക്കെ കണ്ടിട്ട് ഇത്തരത്തിൽ അവരുടെ പ്രതികരിക്കുന്നുണ്ട്. മാക്സ് ഗെയിമിങ് നമുക്ക് ഹായ് പറയുന്നുണ്ട്. ഹായ് മാക്സ് ഗെയിമിംഗ്. അപ്പോൾ പ്രേക്ഷകർ ഇനിയും നമുക്കൊപ്പം തുടരുക. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മാമി തിരോധാന കേസിൽ ഇന്ന് വിശദീകരണ യോഗം. PV അൻവർ പങ്കെടുക്കും. കോഴിക്കോട് മുതലക്കുളത്ത് ഇന്ന് വൈകിട്ടാണ് യോഗം. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും അൻവർ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് സിദ്ദിഖ്. താരസംഘടനയായ അമ്മയുടെയും WCCയുടെയും പോരിൽ ഇരയാണ് താനെന്നും സിദ്ദിഖ്. അതേസമയം ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ അന്വേഷണ സംഘം കണ്ടെത്താത്തതിൽ വിമർശനം ശക്തമാണ്. ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം കടുപ്പിച്ച് CPIയും LJDയും. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വിവാദം തണുപ്പിക്കാനാണ് സർക്കാർ നീക്കം. അജിത് കുമാറിനെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ വരും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K സുരേന്ദ്രന്റെ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. BSP സ്ഥാനാർത്ഥിയായിരുന്ന K സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപ കോഴ നൽകിയെന്നാണ് കേസ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ ധാരണയായെങ്കിലും AK ശശീന്ദ്രൻ വഴങ്ങുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു. AK ശശീന്ദ്രന് പകരം കുട്ടനാട് MLA തോമസ് K തോമസിനെ പുതിയ മന്ത്രിയാക്കാനാണ് നീക്കം. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറണമെന്ന് ശരത് പവാർ നിർദ്ദേശിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ വ്യക്തമാക്കിയിരുന്നു. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗം വിലയിരുത്തും. SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിൽ അന്വേഷണം. സാങ്കേതിക സമിതിയാണ് അന്വേഷണം നടത്തുക. ഇന്നലെ 3 മണിക്കൂറാണ് വൈദ്യുതി മുടങ്ങിയത്. സംഭവം സർക്കാർ ലാഘവത്തോടെ കണ്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ ഹിയറിംഗ് നിയമപ്രകാരമായിരുന്നില്ലെന്നാണ് ആശയുടെ വാദം. മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ആശ നൽകിയ ഹർജിയെ തുടർന്നാണ് ഉപദേശക സമിതി രൂപീകരിച്ച് വിഷയം തീർപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആത്മഹത്യ ചെയ്ത വൈക്കം AEOയുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ അക്കരപ്പാടത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോലി സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്നലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം.
ഉത്സവ സീസണിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം അധിക അന്തർ സംസ്ഥാന സർവീസുകളുമായി KSRTC. യാത്രക്കാരുടെ ആവശ്യകത പരിഗണിച്ച് ഒക്ടോബർ 9 മുതൽ നവംബർ 7 വരെ പ്രത്യേക അധിക സർവീസുകൾ ആരംഭിക്കും. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് നടത്താനാകും തീരുമാനം. ജമ്മുകശ്മീരിൽ ഇന്ന് നിശബ്ദ പ്രചരണം. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. ആകെ 415 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. മുൻ ഉപമുഖ്യമന്ത്രിമാരായ താരാചന്ദും മുസാഫർ ബേഗും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നേരിടുന്ന പ്രമുഖരാണ്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജമ്മു കശ്മീരിൽ കനത്ത സുരക്ഷ. ശനിയാഴ്ച കത്വ ജില്ലയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. ഇന്ന് ജമ്മു മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമെന്ന് ADGP ആനന്ദ് ജെയിൻ വ്യക്തമാക്കി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. നാരായൺഗഡ് മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചരണം വൈകിട്ട് 5 മണിക്ക് കുരുക്ഷേത്രയിൽ സമാപിക്കും. പ്രിയങ്ക ഗാന്ധിയും മറ്റ് പ്രമുഖ നേതാക്കളും രാഹുലിനെ അനുഗമിക്കും. ഒക്ടോബർ 5-നാണ് ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വെൽഡിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ച് ഡൽഹിയിൽ ഒരു മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക്. ദ്വാർക്ക ജില്ലയിലെ ഭർത്താലിലാണ് സംഭവം. ടാങ്കർ ലോറി വെൽഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. സ്ഫോടന കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം മാനിച്ച് ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രോസ് ഹോൾനസ് ഇന്ന് ഇന്ത്യയിലെത്തും. ഒക്ടോബർ 3 വരെ സന്ദർശനം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആദ്യമായാണ് ഒരു ജമൈക്കൻ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തുന്നത്. 70% പേർക്കും പോഷകാഹാരം ഉറപ്പുവരുത്താൻ പുതിയ പദ്ധതികളുമായി അസം സർക്കാർ. ഇതിനായി കൂടുതൽ പേരെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. 17 ലക്ഷം പുതിയ ഗുണഭോക്താക്കൾക്കും മുൻപ് ഒഴിവാക്കിയ 2 ലക്ഷത്തോളം പേർക്കും ഭക്ഷ്യപരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ കർഗേഡ ഗ്രാമത്തിൽ ഭീതി വിതച്ച പുലിയെ വനംവകുപ്പ് പിടികൂടി. പിലിഭിത്തിൽ നിന്നുള്ള വെറ്റിനറി സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു ദൗത്യം. പുലിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഫോറസ്റ്റ് ഓഫീസർ രാജീവ് കുമാർ പറഞ്ഞു. അതേസമയം സമീപത്തെ ബഹ്റൈസ് ഡിവിഷനിൽ ചെന്നായ് ആക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം തുടങ്ങി ഇസ്രായേൽ. ഹുദൈദ തുറമുഖത്ത് ഉഗ്ര സ്ഫോടനങ്ങളുണ്ടായി. നിരവധി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായതാണ് റിപ്പോർട്ട്. പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ് നടന്നു. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും 33 പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിച്ചു. ലബനനിലും ആക്രമണം തുടരുകയാണ്. ഇന്നലെ ആക്രമണത്തിൽ 24 പേർ കൂടി കൊല്ലപ്പെട്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 58-ാം മിനിറ്റിൽ അലാദീൻ അജാരയിലൂടെ മുന്നിലെത്തിയ നോർത്ത് ഈസ്റ്റിനെതിരെ 67-ാം മിനിറ്റിൽ സമനില ഗോളടിച്ച് നോഹ സദോയ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. അവസരങ്ങൾ ഒരുപാട് ലഭിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് മുതലാക്കാൻ സാധിക്കാത്തത് ആരാധകർക്കിടയിൽ രോഷമുണ്ടാക്കുകയും ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം. മഞ്ഞയും നീലയും ചേർന്ന പരമ്പരാഗത ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പനാനയുടെ ചിത്രത്തിന് പകരം ഓറഞ്ച് പശ്ചാത്തലത്തിൽ ആനയെ അവതരിപ്പിച്ചതാണ് ആരാധകരുടെ രോഷത്തിന് കാരണമായത്. ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ജേഴ്സിയുമായി ചേർന്നുള്ള ലോഗോയാണ് മാനേജ്മെന്റ് ഉദ്ദേശിച്ചതെങ്കിലും പ്രതിഷേധം കാരണം പഴയ ലോഗോയിലേക്ക് തന്നെ മാറുകയായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ ഒരു പന്ത് പോലും എറിയാതെ 3-ാം ദിവസത്തെ കളിയും ഉപേക്ഷിച്ചു. മഴ മാറിയെങ്കിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയും മോശം ഡ്രെയിനേജ് സംവിധാനവും തിരിച്ചടിയായി മാറുകയായിരുന്നു. ആദ്യ ദിനം 35 ഓവർ മാത്രമാണ് എറിയാൻ കഴിഞ്ഞതെങ്കിൽ 2-ാം ദിനവും 3-ാം ദിനവും മത്സരം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോയെ നായകനാക്കി MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസറാണ് ചിത്രം നിർമ്മിക്കുന്നത്. 64ഓളം താരങ്ങൾ ചിത്രത്തിൽ വേഷമിടുന്നു. ഹിറ്റുകളുടെ തുടർക്കഥ രചിക്കാൻ ആസിഫ് അലി. സസ്പെൻസിൽ മുങ്ങി രേഖാചിത്രം സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. കാവ്യ ഫിലിം കമ്പനിയും ആൻഡ് മെഗാ മീഡിയയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം വേണു കുന്നപ്പള്ളിയാണ്.
ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനശ്വര രാജൻ മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നു. ശശികുമാറും സിമ്രാനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. $1 മില്യൺ സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവാഗതനായ അഭിഷൻ ജീവന്ത് സംവിധാനം ചെയ്യും. യോഗി ബാബുവും രമേശ് തിലകും മറ്റു പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ബജറ്റിൽ അവതരിപ്പിച്ച ചില ആദായ നികുതി നിയമങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സെക്യൂരിറ്റി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനുകളുടെയും നികുതി നിരക്കുകൾ ഉയരും. 0.02% മുതൽ 1.1% വരെയാണ് നികുതി വർധന. നികുതിദായകർക്ക് പരാതികൾ തീർപ്പാക്കാൻ അവസരമൊരുക്കുന്ന വിവാദ് സേ വിശ്വാസ് പദ്ധതിയും ഒക്ടോബർ 1 മുതൽ നടപ്പാക്കും. ലുലു ഗ്രൂപ്പ് വീണ്ടും ആന്ധ്രാപ്രദേശിലേക്ക്. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ചന്ദ്രബാബു നായിഡുവാണ് തിരികെ വിളിച്ചതും ക്ഷണം ലുലു ഗ്രൂപ്പ് അംഗീകരിച്ചതും. മടങ്ങിവരാനുള്ള ലുലുവിന്റെ തീരുമാനം ആന്ധ്രയ്ക്ക് ഊർജ്ജം പകരുന്നതാണെന്ന് ചന്ദ്രബാബു നായിഡു എക്സിൽ വ്യക്തമാക്കി. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വമ്പൻ നിക്ഷേപ പദ്ധതികളുമായി ടാറ്റ ഇലക്ട്രോണിക്സ് തമിഴ്നാട്ടിലെ ഹൊസൂരിലുള്ള പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റിൽ 20,000-ലധികം ജീവനക്കാരെ നിയമിക്കുമെന്നാണ് അറിയിപ്പ്. റാണിപ്പേട്ടിൽ ടാറ്റ മോട്ടോഴ്സിന്റെ 9,000 കോടി രൂപയുടെ നിർമ്മാണശാലയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. കൈറ്റ് ആവിഷ്കരിച്ച കീ ടു എൻട്രൻസ് പദ്ധതിക്ക് തുടക്കം. ഇന്ന് രാത്രി 7:30 മുതൽ കൈറ്റ് വിക്ടേഴ്സ് ക്ലാസുകൾ സംപ്രേഷണം ചെയ്തു തുടങ്ങും. സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ ബിരുദതല പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താതെയെന്ന് ആരോപണം. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താതെയെന്ന് ആരോപണം. നിർമ്മാണ പ്രവർത്തനം മൂലം പാലാരിവട്ടം കാക്കനാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജനകീയ സമരസമിതി. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ലുലു മാളിൽ വയോജനങ്ങളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1 വയോജന ദിനം ആഘോഷിക്കുന്നതിന് മുന്നോടിയായാണ് ഫ്ലാഷ് മോബ്. നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം തുറന്നില്ല. മെഷീനുകളുടെ അഭാവവും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറക്കാൻ അനുമതി നൽകി ജില്ലാ ഭരണകൂടം. ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. അപ്പോൾ നമ്മൾ അതിവേഗം വളരെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നോക്കി വന്നു. അനുശ്രീയാണ് ഫാസ്റ്റ് ന്യൂസുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി നമുക്ക് മറ്റ് ചില വാർത്തകൾ കൂടി പരിശോധിക്കാം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന്റെ വിടുതൽ ഹർജിയിൽ വാദം പൂർത്തിയായി. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി സംബന്ധിച്ച് ഇന്ന് വിധി പ്രസ്താവിക്കും. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ 1ാം പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വാദം പൂർത്തിയായി ഇന്ന് വിധി പ്രസ്താവിക്കും. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച് വിധി പ്രസ്താവിക്കുക. 2021 നടന്ന മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VB രമേശൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് സുരേന്ദ്രനും മറ്റ് 5 പ്രതികളും 2023 സെപ്റ്റംബറിൽ സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ കഴിഞ്ഞ ദിവസമാണ് വാദം പൂർത്തിയായത്. കോഴ കൊടുത്ത ആൾക്കെതിരെയും കേസ് വേണ്ടേ എന്ന് വാദത്തിനിടെ കോടതി ചോദിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരിയെ പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കൈക്കൂലിയായി നൽകിയെന്നാണ് കേസ്. ബി.ജെ.പി. നേതാക്കളായ കെ ബാലകൃഷ്ണ ഷെട്ടി, സുനിൽ നായിക്, കെ മണികണ്ഠറായി, വൈ സുരേഷ്, ലോകേഷ് നോണ്ട എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. കഴിഞ്ഞ ഒക്ടോബർ 25 സുരേന്ദ്രനും മറ്റ് 5 പ്രതികളും കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം നേടിയത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, ഭീഷണിപ്പെടുത്തൽ, തടഞ്ഞു നിർത്തുക, തിരഞ്ഞെടുപ്പ് കൈക്കൂലി തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു കേസ്. ന്യൂസ് 18 കാസർഗോഡ്.
മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആത്മഹത്യ ചെയ്ത വൈക്കം AEOയുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാം കുമാറിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് നടക്കും. ഇന്നലെ അക്കരപ്പാടത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കാണാതായി എന്ന് ഭാര്യ ദീപ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? അറിയാം, ഈ ജോലി സമ്മർദ്ദങ്ങൾ സംബന്ധിച്ചുള്ള ആത്മഹത്യകളുടെ പല വാർത്തകളും പുറത്തു വരുന്നതിനിടെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ ഒരു ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. എന്തായാലും ആത്മഹത്യയാണ് എന്ന് ഏതാണ്ട് പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലെത്തുന്നുണ്ട്. രാവിലെ 9 മണിയോടുകൂടി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ അവിടെ തന്നെയോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുക. എന്തായാലും പോലീസ് ബന്ധുക്കളോട് ഇതിൽ അവരുടെ അഭിപ്രായം ണ്ട്. കോട്ടയത്ത് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറിയ പങ്കും ഉള്ളത്. ഉച്ചയ്ക്ക് മൃതദേഹം വീട്ടിൽ കൊണ്ടുവരും, അതിനുശേഷം സംസ്കാരം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായാണ് ശ്യാംകുമാറിന് AEOയുടെ ചുമതലയുള്ളത്. നിലവിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്ത ആളല്ല ശ്യാംകുമാർ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ അത് AEO പോലെ ഈ കലോത്സവം ഉൾപ്പെടെ പല കാര്യങ്ങളുടെ ഒരു നടത്തിപ്പുകാരനായി മാറുമ്പോഴുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ തന്നെ മാധ്യമങ്ങളോടടക്കം പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരം ജോലി സമ്മർദ്ദങ്ങൾക്കിടെ നിരവധി പോസ്റ്റുകൾ ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം കൂടിയാണ് സംഘടനകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. AEO പോസ്റ്റുകൾ തന്നെ ഏതാണ്ട് 270ഓളം ഒഴിഞ്ഞു കിടക്കുന്നു. HS ഹെഡ് മാസ്റ്റർ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇതെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും സാധാരണ നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു കാര്യത്തിൽ സാധാരണ പോലീസിലെ മറ്റും ആത്മഹത്യകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇത് ശ്യാംകുമാർ എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരാളാണ് ജീവൻ ഒടുക്കിയത് എന്നത് കൂടിയാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ശ്രീജിത്ത്, താങ്ക് യു ശ്രീജിത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും ശ്രീജിത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ പോലും സമ്മർദ്ദത്തിന് കീഴടങ്ങി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അഡീഷണൽ ചുമതലകളും ഒക്കെ നൽകിയിരുന്നു. അപ്പോൾ പലവിധ ജോലികൾ ഒരേ സമയത്ത് ചെയ്യുന്നതിന്റെ പ്രഷർ, മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമൊക്കെ. അന്ന സെബാസ്റ്റ്യന്റെ വാർത്തയുടെ ആഘാതം നമ്മളെ വിട്ടു മാറിയിട്ടില്ല. അതിനിടയിലാണ് സമാനമായ രീതിയിൽ തന്നെ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ഒരാൾ കൂടി ജീവൻ ഒടുക്കി എന്നുള്ള ദാരുണമായ വാർത്ത വരുന്നത് കോട്ടയത്ത് നിന്ന്. മറ്റൊരു വാർത്ത, വീട്ടുവളപ്പിലെ തേയില കൃഷിയിൽ നേട്ടം കൊയ്ത കർഷകൻ. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ജോസഫാണ് ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ജോസഫ് ദീർഘനാളത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ചത്. വീടിന് ചുറ്റുമുള്ള പരിമിതമായ സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെടികൾ നട്ടു. പ്രകൃതിദത്തമായ തേയില ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അമിത കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാതെ തീർത്തും ജൈവിക രീതിയിലായിരുന്നു പരിപാലനം. നല്ല വിളവും ലഭിച്ചു. മലയെണ്ണാമല ഗ്രീൻ ടീ എന്ന പേരിൽ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയാണ് ജോസഫ് വിൽപ്പന നടത്തുന്നത്. 2018 റിട്ടയർഡ് ആയതിനു ശേഷം ഞാനൊരു 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് സ്വന്തമായിട്ട് തേയില കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ആദ്യം കുറച്ച് പാടായിരുന്നു, കാരണം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മനസ്സിലാക്കി 2-3 കൊല്ലം കൊണ്ട് മനസ്സിലാക്കി ഏകദേശം തേയില പറിക്കാറുള്ള സാഹചര്യം എത്തി. അപ്പം തേയില പറിക്കാറുള്ള സാഹചര്യം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രാസവളം, കീടനാശിനി, കെമിക്കലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് തികച്ചും നാച്ചുറലായിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു നല്ല ചായ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് കണക്കൂട്ടിക്കൊണ്ടുള്ള ഒരു ഉൽപ്പാദന രീതിയിലേക്ക് വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചു. 2-3 കൊല്ലത്തെ പഠനങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട്. വീട്ടുവളപ്പിൽ തുടങ്ങിയ കൃഷി 2 ഏക്കർ സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചു. വീടിനോട് ചേർന്ന് തന്നെ കൊളുന്ത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കി. യന്ത്രസാമഗ്രികളുടെ സഹായമില്ലാതെ ജോസഫ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കൂടുതൽ ഉൽപ്പന്നം വിപണികളിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകൻ. ന്യൂസ് 18 ഇടുക്കി. രഞ്ജിത്ത്, നമുക്ക് ഈ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ ബ്രാൻഡുകളിലേക്കാണ് പലപ്പോഴും കണ്ണോടിക്കാറുള്ളത്. പക്ഷേ വീട്ടുവളപ്പിൽ നിന്ന് ഇത്തരത്തിൽ ഗ്രീൻ ടീ മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കർഷകൻ. എല്ലായിടത്തും അവൈലബിൾ അല്ല. മെഡിക്കൽ സ്റ്റോറുകൾ, സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ആയിരിക്കും അവൈലബിൾ ആയിരിക്കും അല്ലേ? നമുക്കൊന്നും തിരുവനന്തപുരത്ത് ലഭിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും അത് വലിയ സംരംഭമായി വളർന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ ലഭ്യമാകും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. എന്തായാലും നമുക്കിനി സ്പോർട്സ് വാർത്തകൾ കൂടി ഒന്ന് നോക്കാം. ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹരികൃഷ്ണൻ, സ്വാഗതം.
നമസ്കാരം. എന്തൊക്കെയാണ് സ്പോർട്സ് രംഗത്ത് ഈ ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് മുടങ്ങുകയാണ്? അത് സത്യമാണ്. കാരണം ബംഗ്ലാദേശിന്റെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാനുള്ള ഒരു അവസരവും കൂടിയായിരുന്നു ഇത്. ആദ്യത്തെ ദിവസം മാത്രമാണ് കളി നടന്നത്. അതിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസിന് ബംഗ്ലാദേശ് ബാറ്റിംഗ് തുടരുകയാണ്. മോമിനുൽ ഹക്കും മുഷ്ഫിഖർ റഹീമുമാണ് ബാറ്റിംഗിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ടൂർണമെന്റും കൂടി ആയതുകൊണ്ട് ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ഡ്രോയിനേക്കാൾ ഉപരി ഇത് മത്സരം സമനിലയിലാവാനാണ് സാധ്യത, മഴ മൂലം തടസ്സപ്പെടുകയാണെങ്കിൽ. അപ്പോൾ കാൺപൂരിൽ പ്രത്യേകിച്ച് മഴ സാധ്യത ഇന്ന് 4-ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസം നാളെയും കൂടെ ഉള്ളൂ. മിക്കവാറും ഡ്രോ തന്നെയാണ് സാധ്യത. അപ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഡ്രോ ആവുകയാണെങ്കിൽ ഇന്ത്യയുടെ പോയിന്റ്സ് അതനുസരിച്ച് കുറയാനൊരു സാധ്യതയുമുണ്ട്. അത് പോയിന്റ് പട്ടികയിൽ ഇന്ത്യയെ ബാധിക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പോയിന്റ്സ് ടേബിളിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു സാധ്യത ഇന്ത്യയെ തകർക്കാനൊരു സാധ്യതയുണ്ട്. കാരണം ഇന്ത്യക്ക് നിർണായകമായ പോയിന്റുകൾ നേടാൻ പറ്റുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. കാൺപൂരിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ മോശമായിരുന്നാൽ പോലും പ്രത്യേകിച്ച് ഔട്ട്ഫീൽഡ് വെറ്റായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരുന്നത്. ഡ്രെയിനേജ് സംവിധാനങ്ങൾ വളരെ മോശമായിരുന്നു എന്നുള്ളതും കാൺപൂർ സ്റ്റേഡിയത്തിൽ ഒരു പ്രധാനമായ വിമർശനമായി ഉയരുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസവും ഇതേ രീതിയിലാണ് തുടരുന്നതെങ്കിൽ മത്സരം സമനിലയെ തന്നെ മാറും, ഡിക്ലെയർ ചെയ്യും എന്നുള്ളത് തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. അതാണ് കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അതുകൊണ്ട് തന്നെ ആരാധകർ ഈ ടിക്കറ്റ് എടുത്തവരൊക്കെ നിരാശയിലും കൂടിയാണ്. മത്സരം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ആദ്യ ദിവസം പോലും ഓവർകാസ്റ്റ് കണ്ടീഷൻസ് ആയിരുന്നു, എന്നിട്ടും മത്സരം നടന്നു. അത് 35 ഓവർ മാത്രമാണ് ആദ്യത്തെ ദിവസത്തെ മത്സരം പോലും നടന്നത്. അതിനുശേഷം വീണ്ടും മഴ ആയിരുന്നു കളി മുന്നോട്ട് കൊണ്ടുപോയത്. പ്രധാനമായും മറ്റൊരു കാര്യം ISL നടന്ന കഴിഞ്ഞ ദിവസത്തെ മത്സരമാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളമാണ്. അതിലും ആരാധകരുടെ മറ്റൊരു രോഷകരമായ പ്രവർത്തനമൊക്കെ ഉണ്ട്. ആദ്യം മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ 1-1 മത്സരം മാറുകയായിരുന്നു. അതിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോൾ നേടിയെങ്കിലും പിന്നീട് നോവാ സദൂരി കേരള ബ്ലാസ്റ്റേഴ്സിനെ മടക്കിക്കൊണ്ട് വരികയായിരുന്നു. സാധാരണയായി 75-ാം മിനിറ്റിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് ഒരു മെല്ലെ പോക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം 82-ാം മിനിറ്റിലാണ് സദൂരിയുടെ ഗോള് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമനിലയിലേക്ക് മാറിയത്. അപ്പോൾ ആ 1-1 സമനിലയായി മാറുമ്പോൾ 3 മത്സരത്തിന് ശേഷം ഒരു വിജയം, ഒരു തോൽവി, ഒരു ഡ്രോ, ഈ രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് പോയിന്റ്സ് പട്ടികയിൽ നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ എവേ മത്സരവും കൂടിയായിരുന്നു ഇത്. ഗുവാഹത്തിയിലായിരുന്നു മത്സരം. നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള ഒരു മത്സരത്തിൽ വിജയം തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപാട് അവസരങ്ങൾ കളിയിൽ ഉടനീളം തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വിഷമകരമായ ഘട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യ പകുതി നോർത്ത് ഈസ്റ്റ് കൊണ്ടുപോയെങ്കിലും രണ്ടാം പകുതിയിൽ ഒരുപാട് അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഗോൾ പോലും സച്ചിൻ സുരേഷിന്റെ ഒരു പിഴവ് കാരണം സംഭവിച്ചതാണ്. ആ ഗോളും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അതും സംഭവിക്കുന്നില്ല എന്നുള്ളത് നിരാശയായി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ മൈക്കൽ സ്റ്റാറെ പോലും നിരാശയായിട്ട് തന്നെയാണ് മത്സരത്തിന് ശേഷം പ്രതികരിച്ചിരുന്നത്. അപ്പോൾ ഒരു വിജയം, ഒരു സമനില, ഒരു തോൽവി, അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആകെ കൂടി ഒരു കൃത്യമായ ഘട്ടം ഇല്ലാതെയാണ് പോയിന്റ്സ് ടേബിളിൽ നിൽക്കുന്നതാണ്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വലിയൊരു രോഷാകുലരായി ഫേസ്ബുക്കിൽ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പ്രത്യേകിച്ച് അത് മത്സരത്തിന്റെ കാര്യത്തിലല്ല, ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എവേ മത്സരം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ എവേ ജേഴ്സിയിൽ ഓറഞ്ച് കളർ ആയിരുന്നു, ഓറഞ്ച് വെള്ള ജേഴ്സി ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഗോ തന്നെ മാറ്റുകയുണ്ടായിരുന്നു. ആ ലോഗോ ആണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയത്. പലരും അത് എന്തിനാണ് ബ്ലാസ്റ്റേഴ്സിനെ സംഘീവൽക്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കമൻറ്റ്. കാരണം 2014 മുതൽ ബ്ലാസ്റ്റേഴ്സിന് പരമ്പരാഗതമായിരുന്ന ഒരു ലോഗോ ആയിരുന്നു മഞ്ഞപ്പട. ആ മഞ്ഞയിൽ നീല കൊമ്പനാനെയുള്ള ഒരു ലോഗോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിക്കൊണ്ട് പൊടുന്നനെ ഒരു ഓറഞ്ച് കളറിലേക്ക് ഒരു ലോഗോ മാറിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റിനെതിരെ തന്നെ ആരാധകർ രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മാനേജ്മെന്റ് ആ ലോഗോ തന്നെ മാറ്റപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് കഴിഞ്ഞ ദിവസത്തെ ഈ സമനിലയും അതിനോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഈ ഒരു തീരുമാനവും പ്രധാനമായും ഒരു തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം ഫോർമേഷൻ എങ്ങനെയാണ്, പുതിയ കോച്ച് ആരാധകർക്ക് ഒരു ശക്തമായ രീതിയിൽ ഒരു മറുപടി നൽകുന്നുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ ചോദ്യങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പ്രശ്നവും കൂടി നിലനിൽക്കുന്നത്. ഇതാണ് പ്രധാനമായും ഫുട്ബോൾ മേഖലയിൽ നിന്ന് നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് മത്സരത്തിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്, നമ്മുടെ പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിൽ നമുക്കൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പനച്ചിക്കുടി സ്വദേശി ആദിത്യ വിജയിയാണ് ഉള്ളത്. ആദിത്യ വിജയുടെ 10ാം പിറന്നാളാണിന്ന്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ആദിത്യ.
ആദിത്യയ്ക്ക് ഒരു നല്ല ദിവസവും നല്ല ഒരു പിറന്നാൾ ദിവസം ആശംസിക്കുകയാണ്. ആദിത്യ വിജയ്. ന്യൂസ് 8ന്റെ എല്ലാവിധ ആശംസകളും ആദിത്യന് നേരുകയാണ്. അപ്പോൾ ഇതുപോലെ പ്രേക്ഷകർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ദിനങ്ങൾ ഞങ്ങളോടൊപ്പം ആഘോഷിക്കാവുന്നതാണ്. അതിന് ന്യൂസ് 18മായി ഒരു ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും. അപ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. നാടിന്റെ ഉത്സവമായി വെങ്ങാനൂർ മാതൃകാ വിദ്യാലയത്തിലെ കൊയ്ത്തുത്സവം. നെൽകൃഷിയുടെ വിളവെടുപ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി. തനത് പദ്ധതിയുടെ ഭാഗമായിരുന്നു കൃഷി. 100 മേനി വിളവും ലഭിച്ചു. കൊയ്ത്തുത്സവം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്തുകാരുടെ പാരമ്പര്യ വേഷത്തിലെത്തിയ വിദ്യാർത്ഥികൾ വിളവെടുപ്പ് നാടിന്റെ ഉത്സവമാക്കി. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പരിപാടിയുടെ ഭാഗമായി. ചെണ്ടമേളത്തിന്റെ താളമേളത്തോടെ കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടുകൂടിയാണ് കൊയ്ത്ത് ആരംഭിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികൾ കൊയ്ത്തുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ശ്രേയസ് എന്ന ഇനം വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. കൃഷി വകുപ്പിന്റെയും പ്രാദേശിക കർഷകരുടെയും പൂർണ്ണ പിന്തുണയും ലഭിച്ചു. കൃഷിയുടെ അവബോധം കുട്ടികളിൽ എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. MLA M. വിൻസെന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഓഫീസർ തുടങ്ങിയവർ വിളവെടുപ്പിന്റെ ഭാഗമായി. ന്യൂസ് 18 വെങ്ങാനൂർ. കുട്ടികളൊക്കെ ഇത്തരത്തിൽ സ്കൂൾ തലത്തിൽ തന്നെ കൃഷിയിലേക്ക് ഇപ്പോൾ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് രഞ്ജിത്ത്. അത് വളരെ ആശാവഹമായ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി മറ്റ് 2-3 ചുണക്കുട്ടികളെ കൂടി പരിചയപ്പെടാം. ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ 1ാം സ്ഥാനം നേടി മലയാളി വിദ്യാർത്ഥികൾ. മലപ്പുറം എടയൂർ സ്വദേശി മഹി കൃഷ്ണ ഉൾപ്പെടെ 5 പേരാണ് ഈ നേട്ടം കൈവരിച്ചത്. ഓഗസ്റ്റ് 24 മുതൽ 27 വരെ ഡൽഹി നോയിഡയിൽ ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിലാണ് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടിയത്. കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികളായ മലപ്പുറം എടയൂർ സ്വദേശി മഹി കൃഷ്ണ, തൃശൂർ സ്വദേശികളായ ബാസിൽ, ആകാശ്, ആദിത്യൻ, എറണാകുളം മാപ്പിളക്കുടിയിൽ അലൻ സക്രിയ എന്നിവരാണ് നേട്ടം കൈവരിച്ചത്. 30 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് 1ാം സ്ഥാനം. 1 ലക്ഷം രൂപയും മെഡലും ട്രോഫിയും സമ്മാനമായി ലഭിച്ചു. കുറച്ച് ടഫ് തന്നെയായിരുന്നു. കാരണം നമ്മൾ RC കാർ എന്ന് പറഞ്ഞാൽ നമ്മളധികം ചെറുപ്പത്തിൽ കണ്ടല്ലാണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ മെക്കാനിക് സൈഡ് ഡിഫറൻഷ്യലൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം സെറ്റാക്കി എടുത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ പോയത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ മോട്ടർ പോയി. പിന്നെ അത് പോയി സോഴ്സ് ചെയ്ത് അത് കാരണം കോമ്പറ്റീഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ലാസ്റ്റ് മിനിറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ ഒരാൾ ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോട്ടർ സെറ്റ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടായുള്ളൂ. ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ലൈക്ക് നമ്മളൊരു RC ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അതൊരു ബഗ്ഗി പോലത്തെ ഒരു വേർഷനിലായിരിക്കണം. എന്നിട്ട് ഓഫ് റോഡ് 200 മീറ്റർ ട്രാക്കിൽ നമ്മൾ റേസ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞ ടൈമിലും ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് നമ്മൾ ഈ കളി ജയിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏകദേശം 200 മീറ്റർ 29 സെക്കൻഡ് ആവറേജ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 30ഓളം രാജ്യങ്ങളായിരുന്നു ഈ ഒരു ഈവെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ബാസലും മഹി കൃഷ്ണയും മെക്കട്രോണിക്സ് അവസാന വർഷ വിദ്യാർത്ഥികളും ആകാശ്, ആദിത്യൻ, അലൻ എന്നിവർ ഫുഡ് ടെക്നോളജി 3ാം വർഷ വിദ്യാർത്ഥികളുമാണ്. കൂടുതൽ വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശേഷിയുള്ള പുതിയ വാഹനം നിർമ്മിച്ച് ഭാവിയിലെ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ 5-അംഗ ടീം. ന്യൂസ് 18 തിരൂർ. അപ്പോൾ നമുക്ക് മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കാനുള്ള സമയമായി. അതെ, ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും അതിഥികളെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു, കണ്ടു. അപ്പോൾ ന്യൂസ് 18നോടൊപ്പം തന്നെ തുടർ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക. ഒരുപാട് വാർത്തകളുള്ള വളരെ സംഭവബഹുലമായ ഒരു ദിവസമാണിത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.